ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. യാത്ര എങ്ങോട്ടാന്നൊക്കെ വഴിയേ പറയാം. ഇന്ന് വ്യാഴാഴ്ച, സമയം ഒരു 3 മണിയായിട്ടുണ്ടാവും. അല്ല, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? വേഗം പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാവരും റെഡിയായി കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഓടിക്കയറി. അങ്ങനെ നമ്മൾ വഴിയിൽ പെട്രോളൊക്കെ അടിച്ച് നേരെ യാത്ര തിരിച്ചു. പോണ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഹോട്ടലിലാണ് വന്നത്. അവിടെ വന്ന് എല്ലാവരും ഫുഡും കഴിച്ച് കുറച്ച് നേരം അവിടെ അക്വേറിയത്തിലുണ്ടായിരുന്ന മീനിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ വടക്കുംനാഥനെയും കണ്ട് നമ്മൾ നേരെ പോയത് ഗുരുവായൂർക്കാണ് കേട്ടോ. ഗുരുവായൂർ ഇന്നത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രിയിലാണ് സത്യത്തിൽ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. എന്നാൽ പിന്നെ പോയേക്കാന്നായി എല്ലാവരും. നമ്മൾ നേരെ അവിടെ ചെന്നു. ഒരു 8-8:30 ആയപ്പോഴത്തേനുമാണ് അവിടെ എത്തിയത്. വ്യാഴാഴ്ച ആയതുകൊണ്ടും അവധി ദിവസമാണ് ഇന്ന്, അതുകൊണ്ടും തിരക്കുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഇന്ന് കണ്ണനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. അവിടെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് ഒരു 1 അവറോളം ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. വേഗം തൊഴുതിറങ്ങി. അങ്ങനെ തൊഴുതിറങ്ങി നമ്മളൊരു ജ്യൂസൊക്കെ കുടിക്കാൻ കയറി. ജ്യൂസും കുടിച്ച് കണ്ണൻ്റെ പായസവും മേടിച്ച്, ഇതില്ലാതെ എങ്ങനെ ഇവിടുന്ന് പോവുക? അങ്ങനെ പായസം മേടിച്ച് പതിയെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. ഇത്തവണ ഡ്രൈവിംഗ് സീറ്റ് ഞാനാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ ലോങ് ഡ്രൈവാണ്. ഞാനങ്ങനെ ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടൊന്നുമില്ല. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുള്ളതല്ലാതെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയുണ്ട്. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ കുറച്ചും കൂടെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, നമുക്ക് പതിയെ കാണാം. നമ്മൾ പോണ വഴിക്ക് ലഞ്ച് കഴിക്കാൻ കയറി. ഇവരിതാ മീൽസും ഞങ്ങൾ 3 പേരും ചില്ലി പൊറോട്ടയുമാണ് ഓർഡർ ചെയ്തത്. ഫുഡ് എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് മൊത്തം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ പാലക്കാടെത്തി. കുതിരാൻ ടണലാണേ. നമ്മൾ പയ്യെ അങ്ങോട്ടേക്കായി. അതിന് ലക്ഷ്യം വെച്ച് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഈ സ്പോട്ടിലേക്ക് ആദ്യമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിച്ച്, സത്യം പറഞ്ഞാൽ എത്ര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു എന്നുള്ളതല്ല, അതെങ്ങനെ എത്ര പെട്ടെന്ന് പോയി എന്നുള്ളതാണ്. എല്ലാവരും സംസാരിച്ച് അടിച്ചു പൊളിച്ച് ഭയങ്കര ഇതായിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ ഈ പോണ സ്ഥലത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്ഥലത്തേക്കും കൂടിയാണ് കേട്ടോ ഞാൻ പോണത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ നമ്മൾ പതിയെ ടണലൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ഈ റൂട്ടിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും കുഴപ്പമില്ല. പിന്നെ വന്ന വഴി മൊത്തം ടോൾ കൊടുത്ത് മടുത്തു കേട്ടോ. ഇഷ്ടം പടി ടോളിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു വന്ന വഴി മൊത്തം. അങ്ങനെ നമ്മുടെ യാത്ര പതിയെ പതിയെ പാലക്കാടും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ ഫുള്ളും മലകളും കാര്യങ്ങളും ഒക്കെ ആട്ടോ. കുറേ തെങ്ങും തോപ്പുകൾ, വാഴയുടെ കൃഷികൾ, അങ്ങനെ 2 സൈഡും അതിമനോഹരമായിരുന്നു. ഇഷ്ടം പടി കാഴ്ചകളുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ലൊക്കേഷനിലെത്തി, ഇഷ ഫൗണ്ടേഷനിൽ. നമ്മളിവിടെ ആദിയോഗിയെ കാണാനാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. എന്തൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണെന്നറിയോ ഇത്. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടേ. അപ്പം നമ്മൾ യാത്ര പോകുന്നതോറും ശിവൻ്റെ ആ വിഗ്രഹം ദൂരേന്നേ കാണാമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ കാണാൻ പോകുന്നു എന്നുള്ള രീതിക്ക് ആ സന്തോഷം മൊത്തം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തു എന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ശിവൻ്റെ വിഗ്രഹം. എന്ത് ഭംഗിയാണെന്നറിയോ ആ ശിവൻ്റെ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ പശുവും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അതിന് തീറ്റ കൊടുക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും പോയി ഒന്നിനെ തൊടുകയൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായി. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിത്തീരുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 4:30 ആ ഒരു സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ആളുകളും ഉണ്ടായിരുന്നു. അപ്പം ഇവരെ വെയിറ്റ് ചെയ്തുള്ള നിപ്പാണിത്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ, എനിക്ക് നല്ല സ്പീഡായിരുന്നു. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് തിരിഞ്ഞു നോക്കും, ഇവരെന്ത് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്ത് വലിയ വിഗ്രഹമാണെന്നറിയോ, അത് കാണേണ്ടത് തന്നെയാണോ കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ എത്തി. അതുവഴി കുറച്ച് നേരമൊക്കെ നടന്നു. എന്തായാലും വന്നതല്ലേന്ന് കരുതി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ. ഇവിടെ കുറേ കാളവണ്ടിയിൽ മനുഷ്യരെ കൊണ്ടുപോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ടത്. ഇവിടെ വന്നപ്പോഴത്തേനും അച്ഛനും അമ്മയും പെരമയും കൂടെ സൈഡ് ഉറപ്പിച്ചു. ഞാൻ പിന്നെ വന്ന സ്ഥിതിക്കൊരു റീലൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ
ഒരു 7:30 ആയപ്പോഴത്തേനും നമ്മുടെ ലൈറ്റ് ഷോയുടെ സമയമായി. ലൈറ്റ് ഷോയ്ക്ക് വന്ന ആളുകളാണ് കേട്ടോ ഇത്രയും. വൈകുന്നേരം ആയപ്പോഴത്തേനാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ഇതൊക്കെ ഈ ലൈറ്റ് ഷോ സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ഒരു ഐറ്റമാണ്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. കണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ വാവ് എന്നുള്ളൊരു സംഭവമായിപ്പോയി. ആദ്യം ആരതി ഒഴിയലും അതേപോലെ ഓരോ ശിവൻ്റെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുമ്പോഴത്തേനും അമ്പോ സത്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, വന്നില്ലെങ്കിൽ നഷ്ടമായി പോയനെന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ തൊഴുതു പോവും അത് കണ്ടു കഴിയുമ്പോഴത്തേനും. ഇതൊക്കെ സെറ്റ് ചെയ്തവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം അല്ലേ. എന്താ കഴിവ്! ഇത്രയും വലിയ വിഗ്രഹത്തിൽ ഇത്രയും ലൈറ്റിൻ്റെ സെറ്റപ്പും ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റലും, അതുപോലെ എന്താ പറയുക, നമുക്കിതിൻ്റെ അവസാനം നമുക്ക് ആരതി തൊട്ട് തൊഴാനും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ബ്ലെസ്ഡ് ആയിരുന്നു ഞാൻ. അറിയാണ്ടാണേലും ഇത് കാണുമ്പോഴത്തേനും ഓം നമ ശിവായ എന്ന് അറിയാണ്ട് ഉരുവിട്ട് പോവും. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നിങ്ങളും കുറച്ച് കണ്ടോളൂ. പിന്നെ അർദ്ധനാരീശ്വരൻ വന്നു. അതൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പതിയെ ഇറങ്ങി. നമ്മളവിടെ തന്നെ ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നമ്മളിനി പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. സമയം 2 മണിയായിട്ടുണ്ട്. ഫ്രൈഡേ ആണ്. ഞങ്ങൾ ഇപ്പോഴാണ് എത്തുന്നത്. സോ നല്ല ടയർഡാണ് ഇന്നത്തേന്. ഇപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്.